ടോക്സിക് കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രശ്നം സിനിമ മോശമായൊരു കഥയെടുത്തു എന്നതല്ല, മറിച്ച് പറയാൻ സാധ്യതയുള്ള ഒരു കഥയെ എങ്ങനെയാണ് ഇത്രയും കൺഫ്യൂസിംഗ് ആയും ഓവർ ഡ്രമാറ്റിക്കായും അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതാണ്. ഒരു ഗാങ്സ്റ്ററിൻ്റെ റൈസ്, അയാളുടെ പാസ്റ്റ്, റിലേഷൻഷിപ്സ്, ബിട്രയൽ, വയലൻസ്, റിഡംഷൻ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ കഥയാണ് സിനിമ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ സിനിമ അവസാനിക്കുമ്പോൾ പോലും ആ കഥയുടെ പല പ്രധാന ഭാഗങ്ങളും വ്യക്തമായി മനസ്സിലാകുന്നേയില്ല. ഒരു വേഗ ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അതൊരു സാറ്റിസ്ഫൈയിങ് നരേറ്റീവായി മാറുന്നില്ല. ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ സിനിമ എന്നെ സംബന്ധിച്ച് തെറ്റായ ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് തോന്നി തുടങ്ങി. വിഷ്വൽസ് വലിയതാണ്, പ്രൊഡക്ഷൻ വാല്യൂ വ്യക്തമാണ്, യഷിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റൈലിഷാണ്. പക്ഷേ അതിനൊപ്പം തന്നെ എഡിറ്റിംഗ്, ഓവർ ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ, അൺനെസസറി എലിവേഷൻ എന്നിവ തുടങ്ങി വയ്ക്കുകയാണ്. സിനിമ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനേക്കാൾ അതെത്ര വലിയതായി കാണിക്കാം എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തതെന്ന് പല രംഗങ്ങളിലും തോന്നി. ആദ്യ പകുതിയിൽ തന്നെ സ്റ്റോറി ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സിനിമ ഡെലിബറേറ്റ്ലി ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുന്നുണ്ടോ അതോ സ്ക്രീൻ പ്ലേ തന്നെയാണ് പ്രോപ്പർലി എസ്റ്റാബ്ലിഷ് ചെയ്യാത്തത് എന്ന സംശയം പലപ്പോഴും ഉണ്ടാകും. ക്യാരക്ടേഴ്സ് വരുന്നു, റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ചില ഇവൻറ്റ്സ് നടക്കുന്നു, പക്ഷേ അവ തമ്മിലുള്ള കണക്ഷൻ കൃത്യമായി പിടികിട്ടുന്നേയില്ല. രണ്ടാം പകുതിയിൽ എത്തിയാലും ആദ്യ പകുതിയിൽ ബാക്കിയാക്കിയ പല കാര്യങ്ങൾക്കും കൺവിൻസിംഗ് ആയ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നില്ല. അവസാനം സിനിമയുടെ ഓവറോൾ സ്റ്റോറിയെക്കുറിച്ച് ഒരു വേഗ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നു, പക്ഷേ അതിനെ ഒരു ക്ലിയർ നരേറ്റീവ് എന്ന് വിളിക്കാൻ കഴിയില്ല. റായ എന്ന പ്രൊട്ടാഗോണിസ്റ്റാണ് ഇതിലേറ്റവും വലിയ ഉദാഹരണം. കൺസെപ്ച്വലി നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥാപാത്രമാണ് റായ. സ്റ്റൈലിഷാണ്, പവർഫുൾ ഗാങ്സ്റ്ററാണ്, ഡേഞ്ചറസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും അടിസ്ഥാനപരമായി കൺവിൻസിംഗ് ആണ്. പക്ഷേ റായ ആരാണ്, എങ്ങനെയാണ് അയാൾ ഈ നിലയിലേക്ക് എത്തിയത്, അയാളുടെ യഥാർത്ഥ മോട്ടിവേഷൻസ് എന്താണ് അയാളെ ഡ്രൈവ് ചെയ്യുന്നത് എന്നതിൽ സിനിമ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അൺഎക്സ്പ്ലെയിൻഡായി തന്നെ വിടുന്നുണ്ട്. അതിലും പ്രധാനപ്പെട്ടത് റായയുടെ ഇമോഷണൽ ജേണിയാണ്. സിനിമ അയാളുടെ പാസ്റ്റ്, റിലേഷൻഷിപ്സ്, വയലൻസ്, ഫാമിലി, ബിട്രയൽ, റിഡംഷൻ തുടങ്ങിയവയെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവയൊക്കെ ഒരു ഇമോഷണൽ ജേണിയായി കണക്ട് ചെയ്യുന്നതിൽ സിനിമ പരാജയപ്പെടുന്നു. യാഷ് ഇവിടെ ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. സ്ക്രീൻ പ്രസൻസ് വളരെ സ്ട്രോങ് ആണ്. സ്റ്റൈലിഷ് പേഴ്സോണ അദ്ദേഹത്തിന് ഇപ്പോഴും വളരെ നാച്ചുറലാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗത്തേക്ക് വരുമ്പോൾ പെർഫോമൻസിൽ KGF കണ്ട യഷിൽ നിന്ന് വ്യത്യസ്തമായ ചില ഷെയ്ഡ്സ് കാണുന്നുണ്ട്. റിഡംഷൻ തേടുന്ന ക്യാരക്ടർ എന്ന നിലയിലും ചില വ്യത്യാസങ്ങൾ കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം യഷല്ല, റൈറ്റിംഗ് ആണ്, എഡിറ്റിംഗ് ആണ്, നരേറ്റീവ് സ്ട്രക്ചറാണ്. ഒരു നല്ല പെർഫോമൻസ് പോലും രക്ഷിക്കാൻ കഴിയാത്ത തരത്തിലാണ് ക്യാരക്ടർ എഴുതപ്പെട്ടിരിക്കുന്നത്. യഷിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഈ കഥാപാത്രത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം. എന്നാൽ സ്ക്രീൻ പ്ലേ അദ്ദേഹത്തിന് ഒരു സേഫ് സോൺ പോലും ഒരുക്കുന്നില്ല. അവസാനം റായ വീണ്ടും മറ്റൊരു സ്റ്റൈലിഷ് യഷ് പേഴ്സോണയായി മാത്രം ഒതുങ്ങിപ്പോകുന്നു. ഗാങ്സ്റ്റർ വേൾഡാണ് എനിക്ക് ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻറ്റ് തന്ന മറ്റൊരു ഭാഗം. സിനിമയുടെ സ്കെയിൽ നോക്കുമ്പോൾ വലിയൊരു ക്രിമിനൽ എംപയറാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നും. പക്ഷേ സിനിമ അവസാനിക്കുമ്പോഴും ആ വേൾഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. റായയുടെ ആക്ച്വൽ ഇമ്പോർട്ടൻസ് എന്താണ്, മറ്റുള്ള ഗാങ്സ്റ്റർ ക്യാരക്ടേഴ്സ് ആരാണ്, അവരുടെ പവർ സ്ട്രക്ചർ എന്താണ്, എന്തിനാണ് എല്ലാവരും ഗോവയുടെ കൺട്രോൾ നേടാൻ വേണ്ടി പരസ്പരം കൊല്ലുന്നത്, അതിന് പിന്നിലെ കൺവിൻസിങ് റീസൺ എന്താണ്, ഇതൊന്നും പ്രോപ്പർലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നേയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗാങ്സ്റ്റർ വേൾഡ് ഒരു കാർഡ്ബോർഡ് കാസിൽ പോലെയാണ് തോന്നിയത്. പുറത്തുനിന്ന് വലിയതും ഇംപ്രസീവുമാണ്, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കുമ്പോൾ ഒന്നും കൃത്യമായി മനസ്സിലാകുന്നേയില്ല. സിനിമയുടെ ടൈറ്റിലായ എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്ന ആശയവും എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ട്, വളരെ വയലൻസ് ഉണ്ട്, പ്രൊട്ടഗോണിസ്റ്റ് എവിടെ എത്തിയാലും ഡോമിനൻസ് കാണിക്കുന്ന ആൽഫ മെയിൽ പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചേർന്നിട്ട് എങ്ങനെയാണ് ഒരു ഫെയറി ടെയിൽ ആകുന്നത് എന്നത് സിനിമ കാണുമ്പോൾ എനിക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ട് ടൈറ്റിലും എസ്തെറ്റിക് ചോയ്സായി മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. സിനിമയുടെ ആക്ച്വൽ നരേറ്റീവ് സ്ട്രക്ചറിനും ഫെയറി ടെയിൽ കൺസെപ്റ്റിനും തമ്മിൽ ശക്തമായൊരു കണക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് സിനിമയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഭാഗം. കഥയുടെ ഓവറോൾ ജേണി നോക്കുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. റായയുടെ ജീവിതത്തിലെ പല ടേണിംഗ് പോയിൻറ്റ്സിലും ഇവർക്ക് സ്പെസിഫിക് റോൾസ് ഉണ്ട്. അതുകൊണ്ട് അവർ വെറും ഡെക്കറേറ്റീവ് ക്യാരക്ടേഴ്സ് അല്ല എന്നത് സിനിമയുടെ പോസിറ്റീവാണ്. പക്ഷേ അവരെയും ശരിയായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ സ്ക്രീൻ പ്ലേ പരാജയപ്പെടുകയാണ്. പല കഥാപാത്രങ്ങളും എവിടെയോ നിന്ന് പെട്ടെന്ന് എത്തുന്നു, റായയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നേടുന്നു, പിന്നെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ സ്വന്തം ഇമോഷണൽ ജേണിയേക്കാൾ റായയുടെ സ്റ്റോറിക്ക് ആവശ്യമുള്ളപ്പോൾ അവർ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലാണ് കൂടുതലായി തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളോട് സിമ്പതി തോന്നുന്നതിനേക്കാൾ അവരുടെ ക്യാരക്ടർ ആർക്സ് പ്രോപ്പർലി ഡെവലപ്പ് ചെയ്തില്ലല്ലോ എന്ന ഡിസപ്പോയിൻമെൻ്റാണ് ഉണ്ടായത്. ആക്ഷനെക്കുറിച്ച് പറയുമ്പോൾ സിനിമയ്ക്ക് ചില നല്ല സീക്വൻസസ് ഉണ്ട്, വലിയ സ്കെയിലുണ്ട്, പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ട്, ചില കോറിയോഗ്രഫികൾ ഇംപ്രസീവാണ്. പക്ഷേ മെമ്മറബിൾ ആക്ഷൻ ഫിലിമായി മാറാനുള്ള തരത്തിലുള്ള കോറിയോഗ്രഫി എനിക്ക് തോന്നിയില്ല. ഏറ്റവും വലിയ പ്രശ്നം ആക്ഷന് ഇമോഷണൽ അല്ലെങ്കിൽ നരേറ്റീവ് ഇമ്പാക്റ്റ് കുറവാണെന്നതാണ്. ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നതിനേക്കാൾ ഫൈറ്റ് എത്ര വലുതായി കാണിക്കുക എന്നതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്.
അതുകൊണ്ട് ചില സീക്വൻസസ് കാണുമ്പോൾ സ്പെക്ടാക്കിൾ ഫീലൊക്കെ ലഭിക്കും. പക്ഷേ സീക്വൻസ് കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്ന ഇമോഷണൽ ഇമ്പാക്റ്റ് കുറവാണ്. ടെക്നിക്കൽ സൈഡിൽ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ വാല്യൂ ഇല്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. വലിയ പ്രൊഡക്ഷൻ ഡിസൈൻ തന്നെയുണ്ട്. കോസ്റ്റ്യൂംസ്, സെറ്റ്സ്, കളേഴ്സ്, ഫ്രെയിമിംഗ്, ക്യാമറ മൂവ്മെൻറ്റ്സ് എല്ലാം വലിയ സ്കെയിലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബിഗ് പ്രൊഡക്ഷൻ വാല്യൂ എന്നത് ഓട്ടോമാറ്റിക്കലി ഗുഡ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആകുന്നില്ല എന്നതിനൊരു ഉദാഹരണമാണ് ടോക്സിക്. എനിക്ക് സിനിമാറ്റോഗ്രഫിയുടെ പ്രധാന പ്രശ്നം ഷോട്ട് സെലക്ഷനിലാണ് തോന്നിയത്. ചില മൊമെൻറ്റ്സിന് ആവശ്യമായിരുന്ന വൈഡ് അല്ലെങ്കിൽ ലോങ് ഷോട്ട്സ് ഒഴിവാക്കി വളരെ ക്ലോസ് ഷോട്ട്സ്, മിഡ് ഷോട്ട്സ് എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചില വലിയ മൊമെൻറ്റ്സിൻ്റെ സ്കെയില് പ്രോപ്പർലി അനുഭവിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സീനാണെങ്കിലും ക്യാമറ ക്യാരക്ടേഴ്സിൻ്റെ മുഖത്തിനടുത്തേക്ക് തന്നെ തുടരുന്നു. അതുകൊണ്ട് പ്രൊഡക്ഷൻ ഡിസൈൻ എത്ര വലിയതായാലും അത് അനുഭവത്തിൽ ട്രാൻസ്ലേറ്റ് ആകുന്നേയില്ല. വിഷ്വൽസ് എക്സ്പെൻസീവ് ആണ്, പോളിഷ്ഡ് ആണ്, പക്ഷേ ഓവറോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവസാനം സിനിമാറ്റോഗ്രഫിയും ക്യാമറ വർക്കും മെമ്മറബിളായി നിലനിൽക്കുന്നേയില്ല. മ്യൂസിക്, സൗണ്ട് ഡിസൈൻ എന്നിവ അതിനേക്കാൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. രവി ബാർസൂരിൻ്റെ BGM പല ഇൻഡിവിജ്വൽ സീൻസിനെയും ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. ചില രംഗങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം സീനിനെ ബെറ്റർ ആക്കുന്നുണ്ട്. സൗണ്ട് ഡിസൈനും ആക്ഷൻ മൊമെൻറ്റ്സിന് ആവശ്യമായ ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. പക്ഷേ വീണ്ടും എഡിറ്റിംഗ് ആണ് വലിയ പ്രശ്നം. ഒരു ആവറേജ് സ്ക്രിപ്റ്റിനെ അതിനേക്കാൾ മോശം എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നതിൽ എഡിറ്റിംഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സീനുകൾ തമ്മിലുള്ള ട്രാൻസിഷൻസ്, ഇൻഫർമേഷൻ റിവീൽ ചെയ്യുന്ന രീതി, ഇമോഷണൽ മൊമെൻറ്റ്സ് ബിൽഡ് ചെയ്യുന്ന രീതി, ആക്ഷൻ സീനുകളുടെ റിഥം എന്നിവ പലപ്പോഴും നാച്ചുറലായി തോന്നുന്നേയില്ല. രവി ബാസ്റ്റൂറിന് ഇൻഡിവിജ്വൽ സീൻസിനെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഓവറോൾ ഫിലിമിനെ മ്യൂസിക് കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ, സിനിമാറ്റോഗ്രഫി, ആക്ഷൻ, സൗണ്ട് എന്നിവ ഇൻഡിവിജ്വലി നല്ലതായിരുന്നാലും അവയെ ഒരുമിച്ച് ഒരു കൊഹസീവ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കേണ്ടത് ഡയറക്ഷൻ്റെയും എഡിറ്റിങ്ങിൻ്റെയും ഉത്തരവാദിത്തമാണ്. അവിടെ ഈ സിനിമ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇമോഷണൽ കോറാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഡിസപ്പോയിൻമെൻ്റ് ആയ മറ്റൊരു ഭാഗം. ഒരു ഗാങ്സ്റ്റർ മോറലി സിങ്ക് ചെയ്യപ്പെടുന്നതും റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നതും ബിട്രയൽ നേരിടുന്നതും റിഡംഷൻ തേടുന്നതും എല്ലാം പൊട്ടൻഷ്യലി വളരെ പവർഫുള്ളായ ഇമോഷണൽ മെറ്റീരിയലാണ്. പക്ഷേ സിനിമ അത് സബ്റ്റിലായി ബിൽഡ് ചെയ്യുന്നേയില്ല. റിലേഷൻഷിപ്സ് ഉണ്ട്, ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ട്, ബിട്രയൽ ഉണ്ട്, ലോസ് ഉണ്ട്. എന്നാൽ ഇവ തമ്മിൽ ഓർഗാനിക്കലി കണക്ട് ചെയ്യുന്നതിനേക്കാൾ ഓരോന്നും വലിയ ഇമോഷണൽ സീൻ ആക്കാനുള്ള ശ്രമമാണ് കാണിച്ചത്. അതുകൊണ്ട് പല മൊമെൻറ്റ്സിലും ഇമോഷൻ ഫീൽ ചെയ്യുന്നതിന് പകരം ഇമോഷൻ കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടായത്. ഇത്രയും ക്യാരക്ടേഴ്സും സ്റ്റോറി എലമെൻസും ഉള്ളതിനാൽ സിനിമയുടെ 3 മണിക്കൂറിന് മുകളിലുള്ള റൺ ടൈം തിയററ്റിക്കലി ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇതിലെ പല ക്യാരക്ടേഴ്സിനും ബാക്ക് സ്റ്റോറിയും റിലേഷൻഷിപ്പും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേയും നരേഷൻ സ്റ്റൈലും ഇത്രയും പ്രോബ്ലമാറ്റിക് ആയപ്പോൾ റൺ ടൈം തന്നെയാണ് സിനിമയുടെ മറ്റൊരു പ്രശ്നമായി മാറുന്നത്. കുറച്ച് ചുരുക്കി കൂടുതൽ ഫോക്കസ്ഡായി പറഞ്ഞിരുന്നെങ്കിൽ സിനിമയ്ക്ക് ഗുണം ലഭിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ചില ഇമോഷണൽ സീക്വൻസസ് നീണ്ടു നിൽക്കുന്നുണ്ട്, പക്ഷേ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല. മലയാളം ഡബ്ബിംഗ് കൂടി എൻ്റെ വ്യൂയിങ് എക്സ്പീരിയൻസിനെ നന്നായി ബാധിച്ചു. ഡയലോഗ് ഡെലിവറി പല ഭാഗങ്ങളിലും നാച്ചുറലായി തോന്നിയതേയില്ല. ഒറിജിനൽ പെർഫോമൻസ് എത്രത്തോളം നന്നായിരുന്നാലും ഡബ്ബിംഗ് ലെയർ അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചിട്ടുണ്ട്. അവസാനം ടോക്സിക്കിനെ കുറിച്ച് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു നല്ല 1 ലൈൻ സ്റ്റോറി ഉണ്ട്, വളരെ വലിയ പ്രൊഡക്ഷനുണ്ട്, യഷ് നല്ല പെർഫോമൻസ് നൽകിയിട്ടുണ്ട്, മ്യൂസിക്, സൗണ്ട് ഡിസൈൻ, ചില ആക്ഷൻ സീക്വൻസസ് എന്നിവയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒന്നിച്ചൊരു നല്ല സിനിമയായി മാറിയിട്ടില്ല. കാരണം സ്ക്രീൻ പ്ലേയും എഡിറ്റിങ്ങും നരേറ്റീവ് ക്ലാരിറ്റിയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റും വളരെ ദുർബലമാണ്. ഒരു ഗാങ്സ്റ്ററിൻ്റെ റൈസ്, ഫോൾ, റിലേഷൻഷിപ്സ്, വയലൻസ്, റിഡംഷൻ എന്നിവയെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു പവർഫുൾ സിനിമയുടെ സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കാണിക്കുന്നതിനേക്കാൾ സ്റ്റൈലൈസ് ചെയ്യാനും ഓവർ ഡ്രമാറ്റൈസ് ചെയ്യാനും സിനിമ കൂടുതൽ ശ്രദ്ധിച്ചതായി തോന്നി. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ടോക്സിക് ഒരു മോശം കഥയല്ല, മോശമായി എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമയാണ്. സിനിമ അവസാനിച്ചിട്ടും റായ ആരാണ്, അയാൾക്ക് എന്താണ് വേണ്ടത്, അയാൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഈ വലിയ ഗാങ്സ്റ്റർ വേൾഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യങ്ങൾക്ക് പോലും പൂർണ്ണമായ ഒരു ഉത്തരമില്ല. ഒരു സിനിമ മിസ്റ്ററിയായി ചില കാര്യങ്ങൾ തുറന്നു വയ്ക്കുന്നത് വേറെയാണ്. പ്രേക്ഷകന് അടിസ്ഥാന കഥ പോലും റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരുന്നത് വേറെയാണ്. ടോക്സിക് എനിക്ക് രണ്ടാമത്തെ അനുഭവമാണ് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനമായ കഥ എന്താണെന്ന് പോലും കൃത്യമായി റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനാൽ വലിയ എക്സ്പെക്റ്റേഷൻസ് വെച്ച് പോയി ഒരു കൊഹറൻറ്റ് ഗാങ്സ്റ്റർ ഡ്രാമ, ഇമോഷണലി പവർഫുൾ ക്യാരക്ടർ സ്റ്റഡി അല്ലെങ്കിൽ ഗീതു മോഹൻദാസിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ഫിലിം മേക്കിംഗ് പ്രതീക്ഷിക്കുന്നവർക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല. യഷിൻ്റെ സ്റ്റാർ പ്രസൻസ്, ചില സ്റ്റൈലിഷ് മൊമെൻറ്റ്സ്, വലിയ പ്രൊഡക്ഷൻ വാല്യൂ എന്നിവ മാത്രം ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ചില ഇൻഡിവിജ്വൽ സീൻസ് വർക്കായേക്കാം. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ടോക്സിക്കിൻ്റെ പ്രശ്നം സ്കെയിൽ കുറവായതല്ല, ആ സ്കെയിലിന് താങ്ങായി നിൽക്കേണ്ട കഥയും കഥാപാത്രങ്ങളും ഫിലിം മേക്കിംഗ് സ്ട്രക്ചറും വേണ്ടത്ര ശക്തമല്ലാത്തതാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.